പാതയോരങ്ങളിലെ അനധികൃത ഫ്ലക്സ് ബോർഡുകൾ സ്ഥാപിച്ച കേസുകളിൽ പിഴ അടയ്ക്കാതെ നിയമലംഘകർ. സർക്കാർ വകുപ്പുകളും സ്ഥാപനങ്ങളും സ്ഥാപിച്ച അനധികൃത ബോർഡുകൾക്ക് 1.94 ലക്ഷം രൂപ പിഴ, 1,94,000 രൂപ. സ്വകാര്യ സ്ഥാപനങ്ങളുടെ അനധികൃത ബോർഡുകൾക്ക് 58.55 ലക്ഷം രൂപ പിഴയും ചുമത്തിയിട്ടുണ്ട്. പിരിഞ്ഞു കിട്ടിയത് 7.19 ലക്ഷം രൂപ മാത്രമാണ്. സർക്കാർ ഹൈക്കോടതിയിൽ സമർപ്പിച്ച റിപ്പോർട്ടിന്റെ പകർപ്പ് 24-ന് ലഭിക്കുകയും ചെയ്തിട്ടുണ്ട്. MG പ്രതീഷാണ് തിരുവനന്തപുരത്ത് നിന്നും കൂടുതൽ വിവരങ്ങളുമായി ചേരുന്നത്. പ്രതീഷ്, അപ്പോൾ നിയമലംഘനം ശ്രദ്ധയിൽപ്പെടുന്നുണ്ട്, നടപടി ഉണ്ടാകുന്നുണ്ട്, പിഴ ചുമത്തുന്നുണ്ട്, പക്ഷേ ആ പിഴ അടയ്ക്കപ്പെടുന്നില്ല എന്ന് പറയുമ്പോൾ അത് ഗുരുതരമായ പ്രശ്നം തന്നെയാണ്. എന്താണ് ഈ റിപ്പോർട്ടിന്റെ കൂടുതൽ വിവരങ്ങൾ, പ്രതീഷ്? പ്രജിൻ, ക്രിസ്റ്റീന, ഗുഡ് മോർണിംഗ്. നിലവിൽ ഈ സംസ്ഥാനം നേരിടുന്ന വലിയൊരു സാമൂഹിക വിപത്ത് തന്നെയാണ് ഈ നിരത്തുകളിൽ സ്ഥാപിച്ചിരിക്കുന്ന അനധികൃത ഫ്ലെക്സ് ബോർഡുകളും ഒപ്പം ഈ കൊടിതോരണങ്ങളും. കാരണം പൊതുജനങ്ങൾക്ക് സ്വൈര്യവിഹാരമടക്കം തടസ്സപ്പെടുത്തിക്കൊണ്ടാണ് പലയിടങ്ങളിലും അനധികൃതമായി ഇത് സ്ഥാപിച്ചിരിക്കുന്നത്. കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി ഇതിനെതിരെ വലിയ പരിശോധനകളും നടപടികളും സർക്കാരിൻ്റെ ഭാഗത്തു നിന്ന് ഉണ്ടായിട്ടുണ്ട്. ഇതിൽ 2 ദിവസം മുമ്പാണ് ഹൈക്കോടതി അനുവദിച്ച ഒരു അന്ത്യശാസനം അല്ലെങ്കിൽ ആ ഒരു സമയപരിധി അവസാനിച്ചത്. പക്ഷേ ഈ നിരത്തുകളിൽ ഏകദേശം 95% ഫ്ലക്സ് ബോർഡുകൾ സംസ്ഥാനത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് തദ്ദേശ സ്ഥാപനങ്ങൾ നീക്കം ചെയ്തിട്ടുണ്ട്. പക്ഷേ ഇപ്പോൾ പുറത്തു വരുന്ന പ്രധാനപ്പെട്ട കാര്യം, ഈ പിഴ ഈടാക്കാനായിരുന്നു കർശന നിർദ്ദേശം. ഈ തദ്ദേശ സ്ഥാപനങ്ങൾ വിവിധ സർക്കാർ വകുപ്പുകൾക്കും മറ്റ് സ്വകാര്യ സ്ഥാപനങ്ങൾക്കും പിഴ ചുമത്തിയെങ്കിലും ഈ പിഴ അടയ്ക്കുന്നതിൽ വലിയ അലംഭാവമുണ്ട് എന്നതാണ് കണക്കുകൾ വ്യക്തമാക്കുന്നത്. സർക്കാർ തന്നെ ഹൈക്കോടതിയിൽ നൽകിയ കണക്കുകളാണ് ഇത് സൂചിപ്പിക്കുന്നത്. കാരണം സർക്കാർ വകുപ്പുകളും വിവിധ സർക്കാർ സ്ഥാപനങ്ങളും അനധികൃതമായി ഫ്ലക്സ് ബോർഡുകൾ സ്ഥാപിച്ച വകയിൽ 1.94 ലക്ഷം രൂപ പിഴ ചുമത്തി എന്നതാണ് സർക്കാരിന്റെ തന്നെ റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. സ്വകാര്യ സ്ഥാപനങ്ങളുടെ അനധികൃത ഫ്ലക്സ് ബോർഡുകൾക്ക് 58 ലക്ഷം രൂപയാണ് പിഴ ചുമത്തിയത്. പക്ഷേ ഈ 58 ലക്ഷം രൂപ പിഴ ചുമത്തിയപ്പോൾ പിരിഞ്ഞു കിട്ടിയത് 7.19 ലക്ഷം രൂപ മാത്രമാണ് എന്നതാണ് സർക്കാർ പ്രധാനമായും പറയുന്ന കാര്യം. ഒപ്പം ഈ രാഷ്ട്രീയ പാർട്ടികളുടെ അനധികൃത ബോർഡുകൾക്ക് 48 ലക്ഷം രൂപ തദ്ദേശ സ്ഥാപനങ്ങൾ പിഴ ചുമത്തിയപ്പോൾ 7,000 രൂപയാണ് ഇതുവരെ പിരിച്ചെടുത്തിട്ടുള്ളത്. വിവിധ സംഘടനകൾ സ്ഥാപിച്ച ബോർഡുകൾക്ക് 27 ലക്ഷം രൂപ പിഴ ചുമത്തിയപ്പോൾ 32,400 രൂപയാണ് പിരിച്ചെടുത്തത്. അതായത് ഈ പിഴ പിരിച്ചെടുക്കുന്നതിലടക്കം ഒരു ലാഘവം, ഒരു അലംഭാവം ഉണ്ട് എന്നതാണ് കണക്കുകൾ സൂചിപ്പിക്കുന്നത്. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, ഞാനിപ്പോൾ നിൽക്കുന്നത് തിരുവനന്തപുരം പുത്തരിക്കണ്ടം മൈതാനത്താണ്. ഈ സംസ്ഥാനത്ത് അല്ലെങ്കിൽ തിരുവനന്തപുരം ജില്ലയിലെ മാത്രം ഈ അനധികൃത ഫ്ലക്സ് ബോർഡുകൾ എത്രത്തോളം ഉണ്ട് എന്നതിൻ്റെ ഒരു ഉദാഹരണം കൂടി ഈ ദൃശ്യങ്ങളിൽ വ്യക്തമാണ്. കാരണം ഈ തിരുവനന്തപുരം നഗരത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ സ്ഥാപിച്ച അനധികൃത ഫ്ലക്സ് ബോർഡുകളാണ് ഈ പുത്തരിക്കണ്ടം മൈതാനത്ത് കൂട്ടിയിട്ടിരിക്കുന്നത്. കാരണം അത്രത്തോളം വലിയൊരു അളവിലാണ് ഈ ഫ്ലക്സ് ബോർഡുകൾ ഇവിടെ കൊണ്ടുചെന്ന് ഇട്ടിരിക്കുന്നത്. കോർപ്പറേഷനും വിവിധ തദ്ദേശ സ്ഥാപനങ്ങളും പല സ്ഥലങ്ങളിൽ നിന്ന് ഈ ഇളക്കിക്കൊണ്ടുവന്നാണ് ഈ പുത്തരിക്കണ്ടം മൈതാനത്ത് നിക്ഷേപിച്ചിരിക്കുന്നത്. പ്രജിൻ, ക്രിസ്റ്റീന.